നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ട പ്രചരണത്തിന് നാളെ കൊട്ടിക്കലാശം. രണ്ടാം ഘട്ട പോളിംഗ് നടക്കും തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ചൊവ്വാഴ്ച പരസ്യ പ്രചരണം സമാപിക്കും. വോട്ടിംഗ് മെഷീനുകളിലെ സ്ഥാനാർത്ഥി വിശദാംശങ്ങളുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായി. കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറ്റൊരു നിവൃത്തിയുമില്ലാത്തത് കാരണമാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെ കോൺഗ്രസ് പുറത്താക്കിയതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുകയാണ് വേണ്ടതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ 3 കടകളിൽ വൻ തീപിടുത്തം. 3 കടകളിൽ നിന്ന് തീ പടർന്നു. വെള്ളിയാഴ്ച രാത്രി 9:45 സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. ചാവക്കാട് ചേറ്റുവ ബൈപ്പാസിൽ റോഡിന് കുറുകെ ആഴ്ചകൾക്ക് മുൻപ് നിർമ്മിച്ച കാനയുടെ സ്ലാബ് തകർന്നു. പ്രതിഷേധവുമായി UDF പ്രവർത്തകർ. നിർമ്മാണത്തിൽ അഴിമതി ഉണ്ടെന്നും ആരോപണം. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തരിച്ച CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും 2 തവണ കുന്നംകുളം MLAയുമായിരുന്ന ബാബു എം പാലിശ്ശേരിയുടെ വീട് സന്ദർശിച്ചു. ശനിയാഴ്ച വൈകിട്ട് 7 മണിയോടെ ബാബു എം പാലിശ്ശേരിയുടെ വീട്ടിലെത്തിയ മുഖ്യമന്ത്രി 1 മണിക്കൂറോളം സമയം ഇവിടെ ചെലവഴിക്കുകയും അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ദിര, മകൻ അഖിൽ, സഹോദരനും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ M ബാലാജി എന്നിവരെ ആശ്വസിപ്പിക്കുകയും വിവരങ്ങൾ അന്വേഷിച്ചറിയിക്കുകയും ചെയ്തു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, ഏരിയ സെക്രട്ടറി K കൊച്ചനി എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. തിരുമെറ്റിക്കോട് കോഴിക്കാട്ടിരി പാലത്തിന് സമീപം തോക്ക് കാണിച്ച് വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി. തിരുമെറ്റിക്കോട് പഞ്ചായത്തിലെ കോഴിക്കാട്ടിരി പാലത്തിന് സമീപമാണ് വ്യവസായിയെ കാറിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. വൈകിട്ട് 6:30യോടെയാണ് സംഭവം. കൂറ്റനാട് ഭാഗത്തുനിന്ന് ആറങ്ങോട്ടര ഭാഗത്തേക്ക് പോവുകയായിരുന്ന വ്യവസായിയുടെ വാഹനത്തെ തട്ടിക്കൊണ്ടുപോയവർ ഉപയോഗിച്ച ഇന്നോവ കാർ പിന്തുടർന്ന് നിർത്തുകയായിരുന്നു. തുടർന്ന് ഒരു സംഘം പുറത്തിറങ്ങി തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി വ്യവസായിയെ കാറിൽ കയറ്റി കടന്നുകളയുകയായിരുന്നു. സംഭവത്തിൽ ചാലിശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആദ്യഘട്ട പ്രചരണം നാളെ അവസാനിക്കും. ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറ്റൊരു നിവൃത്തിയുമില്ലാത്തത് കാരണമാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെ കോൺഗ്രസ് പുറത്താക്കിയതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. കുന്നംകുളം നഗരസഭ ആർത്താറ്റ് ഈസ്റ്റ് വാർഡിലെ CPI സ്ഥാനാർത്ഥി സുജ ജെയ്സന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ അദ്ദേഹം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു. കോടതി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് വരികൾക്കിടയിലൂടെ പറഞ്ഞിരിക്കുകയാണ്. അവസാന നിമിഷം വരെ പീഡനത്തിൽ പ്രതിയാണെന്ന് ബോധ്യപ്പെടുന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള ജനപ്രതിനിധിയെ സംരക്ഷിച്ചു എന്നതിന്റെ പേരിലായിരിക്കും ചരിത്രത്തിൽ കോൺഗ്രസിനെ ഇനി രേഖപ്പെടുത്തുകയെന്നും അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യ കേരളത്തിന് തികച്ചും അപമാനകരമായിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ജനപ്രതിനിധി എന്തായിക്കൂടാ എന്നുള്ളതിൻ്റെ വളരെ വലിയ ഉദാഹരണമാണ്. സ്വന്തം പാർട്ടിയുടെ പ്രതിനിധികളെ പോലും സൈബർ ആക്രമണത്തിന് വിധേയമാക്കി, പാർട്ടി നേതാക്കളെ പോലും, തങ്ങൾക്കെതിരായി പറയുന്ന എല്ലാ പാർട്ടി നേതാക്കളെ പോലും സൈബർ ആക്രമണത്തിന് വിധേയമാകുന്ന ഒരു സംഘത്തെ കൂട്ടി അവസാന നിമിഷം വരെ പീഡനത്തിൽ പ്രതിയാണ് എന്ന് ബോധ്യപ്പെടുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം ഉണ്ടായിട്ടുള്ള ജനപ്രതിനിധി കൂടിയായിട്ടുള്ളൊരു പ്രതിയെ സംരക്ഷിച്ചു എന്നുള്ളതിൻ്റെ ചരിത്രത്തിലായിരിക്കും കോൺഗ്രസ് രേഖപ്പെടുത്തുക. ഏതു മിനിറ്റിലും അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളത് പേടിച്ചുകൊണ്ട് നടത്തിയ കേവല ഏർപ്പാട് തന്നെയാണ്. എന്തിനേറെ പറയുന്നു, കോൺഗ്രസിൻ്റെ പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥികൾ നിർണയിച്ചത് പോലും അദ്ദേഹം തന്നെയാണ് എന്ന് സമ്മതിക്കേണ്ടി വന്ന ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസ് ജനാധിപത്യ മൂല്യബോധത്തിനും രാഷ്ട്രീയ പ്രവർത്തനത്തിനും തികച്ചും എതിരായിട്ടുള്ള ഈ നടപടിക്രമം ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുകയാണ് വേണ്ടതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ പറഞ്ഞു.
UDF ഗുരുവായൂർ നഗരസഭ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രകടന പത്രിക പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉഭയസമ്മതപ്രകാരം എന്തു ചെയ്താലും അത് തെറ്റല്ലെന്ന് പറയാനാകില്ല. രാഹുലിനെതിരെ ആരോപണമുയർന്ന സാഹചര്യത്തിൽ തന്നെ പ്രഥമദൃഷ്ട്യാ അന്വേഷണം നടത്തി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തി. പിന്നീട് പുറത്താക്കുകയും ചെയ്തു. പ്രഥമദൃഷ്ട്യാ അന്വേഷണം നടത്തി അദ്ദേഹത്തെ സസ്പെൻഷനിലെത്തി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളിയിരിക്കുന്നു. ഇത് യാതൊരു പരിഗണനയും കൊടുക്കാതെ MLA ആണ് എന്ന് ആ ഒരു തരത്തിലുള്ള പരിഗണന നൽകാതെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി MLA സ്ഥാനം അദ്ദേഹം രാജിവെക്കണം. ആ കാര്യത്തിൽ സംശയമില്ല, രാജിവെക്കുന്നത് അദ്ദേഹമാണ്. പക്ഷെ രാജിവെക്കണം എന്ന നിർദ്ദേശവുമായി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യം ഇതൊരു മാതൃകയാണ്. എന്നാൽ സംഘടിതമായി ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്തവരെ തള്ളിപ്പറയാനോ അവർക്കെതിരെ നടപടിയെടുക്കാനോ CPM-ന് കഴിഞ്ഞിട്ടില്ല. ഹൈക്കോടതി നേരിട്ട് അന്വേഷണം നടത്തിയതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പുറത്തുവന്നത്. ഈ കേസിന്റെ അടിവേര് തേടിപ്പോയാൽ ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയുടെ അടുത്തായിരിക്കും. ഇത്രയേറെ പിടിക്കപ്പെട്ടു, കയ്യോടെ പിടിക്കപ്പെട്ടു. സഖാക്കൾ ജയിലിൽ കിടക്കുമ്പോൾ, കേവലം പ്രഥമദൃഷ്ട്യാ കുറ്റവാളികളായി ജയിലിൽ കിടക്കുമ്പോൾ അവരെ ഒന്ന് തള്ളി പറയാൻ പോലും CPM ഭരണാധികാരികൾ, മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ ഇതേവരെ തയ്യാറായി. എന്തെങ്കിലും സത്യസന്ധതയുണ്ടെങ്കിൽ ആ കുറ്റവാളികളുടെ പേരിൽ അവരെ തള്ളി പറയാനും അവരുടെ നടപടി സ്വീകരിക്കാനും തയ്യാറാകേണ്ടതായിരുന്നു. CPM-ന്റെ പൊള്ളത്തരം അത് വളരെ വ്യക്തമാണ്. ഗുരുവായൂരിൽ കോലിബി സഖ്യം എന്നത് കള്ളപ്രചാരണം മാത്രമാണ്. BJP-ക്കെതിരെ എന്നും പോരാടുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. താൻ KPCC പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് ഗുരുവായൂർ നഗരസഭയിൽ ഭൂരിപക്ഷം ഉറപ്പാക്കാൻ BJP അംഗത്തെ കൂട്ടുപിടിക്കാമായിരുന്നു. BJP-യുമായി കൂട്ടുവേണ്ട എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഭരണം പോലും വേണ്ടെന്ന് വെച്ച് മുന്നോട്ടു പോയത്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കു മുമ്പാകെ അവതരിപ്പിക്കുന്ന മാനിഫെസ്റ്റോ നടപ്പിലാക്കുന്നത് നിയമപരമായ ഒരു ബാധ്യത കൂടിയാക്കി മാറ്റണം. തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ടുവരുന്ന മാനിഫെസ്റ്റോയുമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു ബന്ധവും ഉണ്ടാകില്ല. ഇങ്ങനെ ഒരു മാനിഫെസ്റ്റോ പുറത്തിറക്കി എന്ന് പറയാൻ പോലും അവർ തയ്യാറാകില്ല. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പിണറായി സർക്കാർ. 2016 അധികാരത്തിൽ വരുന്നതിന് മുമ്പ് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പോരാടുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മാനിഫെസ്റ്റോ ചവറ്റുകുട്ടയിൽ എറിഞ്ഞു. കേരളം കുറ്റകൃത്യങ്ങളുടെയും ക്രിമിനലുകളുടെയും സ്വന്തം നാടായി മാറി. മാനിഫെസ്റ്റോ നടപ്പിലാക്കാത്തവരെ ഭരണഘടനാപരമായും നിയമപരമായും പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള നിയമ ഭേദഗതി വരുത്തണം. ഭരണകക്ഷി തന്നെ കൊലപാതക രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇഷ്ടമില്ലാത്തവരെ കൊലപ്പെടുത്തുന്ന കൊലപാതക രാഷ്ട്രീയം. കൊലപാതകികളെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാരിന്റെ പണം ദുരുപയോഗപ്പെടുത്തി സുപ്രീം കോടതി വരെ വാദിക്കുന്ന ഒരു സാഹചര്യം. ഇത്രമാത്രം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എത്ര ക്രൂരമായിട്ടാണ് കസ്റ്റഡിയിൽ മർദ്ദിച്ചത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ ലോകം മുഴുവൻ പ്രചരിച്ചത്. കസ്റ്റഡി മർദ്ദനം ഇത്രയേറെ വർദ്ധിച്ചൊരു കാലം ഉണ്ടായിട്ടുള്ളൂ. ഇത്തവണ ഗുരുവായൂരിൽ വലിയ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിലെത്തും. കേരളം മുഴുവൻ UDF-ന് അനുകൂലമായിരിക്കുകയാണെന്നും സുധീരൻ പറഞ്ഞു. ഗുരുവായൂരിന്റെ നല്ല നാളേക്കായി സമഗ്ര വികസനം ലക്ഷ്യമാക്കി അധികാരം അടിത്തട്ടിലേക്ക് എന്ന മുദ്രാവാക്യവുമായി UDF പ്രകടന പത്രിക പുറത്തിറക്കി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC പ്രസിഡന്റുമായ VM സുധീരൻ പ്രകാശനം നിർവഹിച്ചു. മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ KP ഉദയൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി O അബ്ദുറഹ്മാൻകുട്ടി, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്, നേതാക്കളായ R രവികുമാർ, അരവിന്ദൻ പല്ലത്ത്, AT സ്റ്റീഫൻ, KP A റഷീദ്, PK രാജേഷ് ബാബു, CS സൂരജ്, RV ജലീൽ, തോമസ് ചെർമൽ, ബാലൻ വാർനാട്ട്, OKR മണികണ്ഠൻ, R ബാലകൃഷ്ണ അയ്യർ, PI ലാസർ എന്നിവർ സംസാരിച്ചു. അധികാരത്തിലെത്തി 100 ദിവസത്തിനകം മുഴുവൻ റോഡുകളുടെയും ശോച്യാവസ്ഥ പരിഹരിക്കുക, നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള വെള്ളക്കെട്ട് തടയുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി ആവിഷ്കരിക്കുക, തെരുവുനായ നിയന്ത്രണത്തിനായി മൊബൈൽ ആനിമൽ ബർത്ത് കൺട്രോൾ യൂണിറ്റ് സ്ഥാപിക്കുക, കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീ മുഖേന ഇന്ദിരാ ക്യാൻറ്റീനുകൾ സ്ഥാപിക്കുക, പടിഞ്ഞാറേ നടയിലെ ശോച്യാവസ്ഥയിലായ മിനി മാർക്കറ്റ് പൊളിച്ചു നീക്കി അത്യാധുനിക രീതിയിലുള്ള പച്ചക്കറി മത്സ്യമാംസ വിപണന മാർക്കറ്റ് സ്ഥാപിക്കുക, ആയുർവേദ ആശുപത്രിക്ക് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടം നിർമ്മിക്കുക, നവോത്ഥാന നായകരായ ശ്രീനാരായണ ഗുരു, മന്നത്ത് പത്മനാഭൻ, കേളപ്പജി തുടങ്ങിയവർക്ക് ചരിത്ര സ്മാരകങ്ങൾ നിർമ്മിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്.
മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളം രൂപപ്പെട്ടത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിലാണെന്ന് മുൻ മന്ത്രിയും CPI നേതാവുമായ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ടാണശ്ശേരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയുടെ ഭാഗമായുള്ള പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമാക്കി മാറ്റിയത് 10 വർഷത്തെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇത്ര ചെറിയ അതിദരിദ്രരുടെ പട്ടികയില്ല. BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിലും കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളിലും അങ്ങനെയുണ്ടോ? 1957 അധികാരത്തിൽ വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകൾ തൊട്ട് സ്വീകരിച്ച ജനപക്ഷ നിലപാടുകളാണ് ഇപ്പോൾ അതിദാരിദ്ര്യരില്ലാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് സംസ്ഥാനത്തെ നയിച്ചത്. BJP ഗവൺമെന്റ് തന്നെ പുറത്തുവിട്ടിട്ടുള്ള നീതി ആയോഗിന്റെ കണക്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദരിദ്രരായ ആളുകൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് താമസിക്കുന്നത്. UPയിൽ 23% ആളുകളാണുള്ളത്. UPയിലെ ജനസംഖ്യ 23 കോടിയാണ്. 23 കോടി ജനങ്ങളിൽ 23% പേർ അതിദരിദ്രരാണ് എന്ന് പറയുമ്പോൾ അതിന്റെ കണക്കൊന്ന് ഓർത്തു നോക്കിയാൽ മതി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളം ഇങ്ങനെ രൂപപ്പെട്ടു വന്നത് എങ്ങനെയാണ്? അവിടെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതെന്നും സുനിൽകുമാർ കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനമാണ് നടത്തിയത്. ഇത് 2025 ഈ 10 കൊല്ലത്തെ ഗവൺമെന്റിന്റെ പ്രവർത്തനം കൊണ്ട് മാത്രം സാധ്യതമായിട്ടുള്ളൊരു കാര്യമല്ലത്. പിന്നെ എങ്ങനെയാണ് സാധിച്ചിട്ടുള്ളത്? ഇതുപോലെ കേരളത്തിൽ ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനം അതിദരിദ്രരുടെ പട്ടിക ഇത്രയും ചെറിയ പട്ടികയുള്ള സ്റ്റേറ്റ് വേറെ ഉണ്ടോ? BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളാണോ? അങ്ങനെയുണ്ടോ? കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകൾ അങ്ങനെയുണ്ടോ? നിങ്ങളുടെ ഗവൺമെന്റ് BJP ഗവൺമെന്റ് തന്നെ പുറത്തുവിട്ടിട്ടുള്ള നീതി ആയോഗിന്റെ കണക്കിൽ കോൺഗ്രസും BJPയും ഭരിക്കുന്ന സ്റ്റേറ്റുകളാണ് ഇന്ത്യയിലെ ഏറ്റവും അതിദരിദ്രരായിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്ന സംസ്ഥാനങ്ങൾ. അപ്പൊ ഇങ്ങനെ ഒരു സംസ്ഥാനം മറ്റ് സ്റ്റേറ്റിന് വ്യത്യസ്തമായി കേരളം ഇങ്ങനെ രൂപപ്പെട്ടു വന്ന എങ്ങനെയാണ്? അതിന്റെ പിന്നിലാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കി. ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷൻ സ്ഥാനാർത്ഥി രാകേഷ് കണിയാംപറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ പ്രമിത സജീവൻ, ശിവൻ വാഗ, ഗ്രാമപഞ്ചായത്തിലെ 17 വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ എന്നിവർ അണിനിരന്ന് കൂനമൂച്ചി സെന്ററിൽ നിന്ന് ആരംഭിച്ച തെരഞ്ഞെടുപ്പ് റാലിയിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. പൂക്കാവടികളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നടന്ന പ്രകടനം മറ്റം സെന്ററിൽ സജ്ജമാക്കിയ സമ്മേളന വേദിയിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പൊതുസമ്മേളനത്തിൽ NCP സംസ്ഥാന കമ്മിറ്റി അംഗം VK നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പ്രഭുകുമാർ, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ C അംബികേശൻ, PA മുസ്തഫ, കോൺഗ്രസ് നേതാവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ KV ജോസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ 10 വർഷം LDFന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന സമഗ്ര വികസന പുരോഗതി സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെന്ന് മുൻമന്ത്രിയും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ പറഞ്ഞു. കണ്ടാണശ്ശേരിയിൽ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോൾ CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 കൊല്ലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള സമഗ്ര വികസന പുരോഗതിയുണ്ട് കേരളത്തിൽ. അത് എല്ലാ രംഗത്തും വൻകിട വികസനം മുതൽ ഇപ്പോൾ ജനങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യക്ഷേമ പദ്ധതികൾ വരെയുള്ളതാണ്. 2025 നവംബർ 1-ാം തീയതി പ്രഖ്യാപിച്ച അതിദരിദ്രരെയില്ലാത്ത കേരളമാക്കി മാറ്റിയതടക്കമുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാമൂഹ്യക്ഷേമ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന നിലയിലാണ്. അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയമാണല്ലോ സ്വാഭാവികമായിട്ടും വികസനം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നയത്തിന്റെ പ്രതിഫലനമാണ്. ജനങ്ങൾക്കിടയിൽ ഒരു ഭരണവിരുദ്ധ വികാരമല്ല ഉള്ളത്. ജനങ്ങൾക്ക് ഭരണത്തോടുള്ള ഒരു ആഭിമുഖ്യമാണ് പൊതുവായിട്ട് കാണുന്നതെന്നും സുനിൽകുമാർ പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു സാമൂഹ്യക്ഷേമ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന നിലയിലേക്ക് കേരളത്തെ കൊണ്ടുവന്ന വികസനങ്ങളെ പറ്റിയാണ് ഞങ്ങൾ. അതിൻ്റെ പിന്നെ ഒരു രാഷ്ട്രീയമാണല്ലോ. സ്വയമായിട്ടും വികസനം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നയത്തിൻ്റെ പ്രതിഫലനമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിലൊരു ഭരണവിരുദ്ധ വികാരമല്ല ഉള്ളത്. ഈ ഭരണത്തോടുള്ളൊരു ആഭിമുഖ്യമാണ് പൊതുവായിട്ട് കാണുന്നത്. ഇടതുപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളും സമാനമായ രീതിയിലുള്ള നിരവധി കാര്യങ്ങൾ, ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. അതെല്ലാം ഈ ഇലക്ഷനിൽ ചർച്ചാ വിഷയമാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഉയർന്നുവന്ന സമാനമായ ആരോപണം ഒരു MLAമാർക്കും എതിരെ ഉയർന്നു വന്നിട്ടില്ല. ഇതുവരെ ഒരു MLAമാർക്കും ഉയർന്നുവരാത്ത ഒരു ആരോപണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു അസാധാരണമായ ഹാബിച്വൽ ക്രൈം നടത്തുന്ന രീതിയിലേക്ക് ഒരു MLAയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ജാള്യത സ്വാഭാവികമായിട്ടും
ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കുണ്ടാകുമല്ലോ. അപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടി അവർ സർക്കാരിനെ പഴിചാരുകയാണ്. അത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന കാര്യമേയുള്ളൂ എന്നും സുനിൽകുമാർ കൂട്ടിച്ചേർത്തു. ഈ ഒരു MLA-ക്കെതിരായി ഉയർന്നു വന്നതിന് സമാനമായ ആരോപണം ഒരു MLA-മാർക്കെതിരെ ഉയർന്നു വന്നിട്ടില്ല. അതിൻ്റെ ഒരു ജാള്യത സ്വാഭാവികമായിട്ടും ഒരു ഉത്തരവാദിത്തപ്പെട്ട അതിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാവുമല്ലോ. അപ്പം അത് മറയ്ക്കാൻ വേണ്ടി അവർ സർക്കാരിനെ പഴിചാരുന്നു കണ്ടാൽ മതിയല്ലോ. അത് ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയാവുന്ന കാര്യങ്ങളുള്ളൂ. അതിൽ വലിയ അർത്ഥമുള്ള കാര്യങ്ങളല്ല. ഇന്ന് മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്വേഷണത്തിൽ അത് കണ്ടുപിടിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഗുരുവായൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യിൽ കുടുംബാധിപത്യമെന്ന വിമതൻ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് 3 നീതി പുലർത്തുന്ന BJP നയം വ്യക്തമാക്കണമെന്നും മുൻ ജില്ലാ കമ്മിറ്റി അംഗവും 34-ാം വാർഡിൽ വിമത സ്ഥാനാർത്ഥിയുമായ KK സുമേഷ് കുമാർ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്രം കേഴ്ശാന്തി കുടുംബവും BJP മണ്ഡലം വൈസ് പ്രസിഡന്റുമായ തേലമ്പറ്റ വാസുദേവനെ 31-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ സഹോദരി ശോഭ ഹരിനാരായണൻ 25-ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയാണ്. മകൻ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ കൃഷ്ണപ്രിയയെയാണ് 26-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ഇത്രയും 3 ആളുകൾ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് പാർട്ടിയുടെ യുവമോർച്ചയുടെ ഒരു ഭാഗം പ്രധാനപ്പെട്ട ഭാരവാഹിത്വം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി തീർത്തും പാർട്ടി വിപ്പോടുകൂടി പാർട്ടി അംഗീകാരത്തോടുകൂടി താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്ന വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിമതനായി മത്സരിക്കുന്നു. എന്നിട്ട് യാതൊരുവിധ നടപടികളും അവർക്ക് നേരെയില്ല. കുടുംബാധിപത്യത്തിനെതിരെ നരേന്ദ്രമോദി ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ ഗുരുവായൂരിലെ BJP അത് പ്രാവർത്തികമാക്കുകയാണെന്ന് KK സുമേഷ് കുമാർ ആരോപിച്ചു. ഇതെന്താണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളത് BJP-യിലെ പ്രവർത്തകരും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളും വിലയിരുത്തണം. ആണ് പറയുന്നത് കുടുംബാധിപത്യമാണെന്ന്. ആരാധനായ നരേന്ദ്രമോദിജി കുടുംബാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവർ പ്രവർത്തിച്ച് കാണിക്കേണ്ട താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടവ ഉന്നതമായിട്ടുള്ള പാർട്ടി സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തന്നെ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങുന്നതാണ് എന്നെ പോലുള്ള എളിയ പ്രവർത്തകർക്ക് ആ പാർട്ടിയിൽ നേരിട്ടിട്ടുള്ളത്. 23-ാം വാർഡിലെ BJP-യുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി മൂത്തേടത്തമനയിലെ നാരായണൻ നമ്പൂതിരിക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് തേലമ്പറ്റ വാസുദേവന്റെ മകൻ ഉണ്ണികൃഷ്ണനാണ്. യുവമോർച്ച ഭാരവാഹി കൂടിയായ ഉണ്ണികൃഷ്ണനെതിരെ നടപടി സ്വീകരിക്കാതെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിന് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. ഇത് ഇരട്ട നീതിയാണ്. വരും ദിവസങ്ങളിൽ പാർട്ടിയിലെ ഇത്തരം നിലപാടുകളുടെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നും സുമേഷ് പറഞ്ഞു. ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്ത ആളുകളെ മാതൃകാപരമായി നടപടിയെടുത്ത് എന്നെ നേരെ കാണിച്ച ആവേശവും ആർജവും അത് പരസ്യപ്പെടുത്താൻ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാൻ കാണിച്ച ആർജവം ഈ വിഷയത്തിലും കാണിച്ച് BJP-യുടെ ആ ഒരു നിലപാട് വ്യക്തമാക്കണമെന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് വ്യക്തമാക്കാനുള്ളത്. കുന്നംകുളത്ത് കോൺഗ്രസിൽ തലമുറ മാറ്റം. മുൻനിര നേതാക്കളെ ഒതുക്കി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പാർട്ടിയിൽ ആധിപത്യം നേടുന്ന സ്ഥിതിയെന്ന് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കുന്നംകുളം നഗരമധ്യത്തിൽ സ്ഥാപിച്ച ബോർഡിൽ നിന്ന് നഗരത്തിൽ കോൺഗ്രസിന്റെ മുഖങ്ങളായിരുന്ന നേതാക്കൾ പുറത്തായി. മേഖലയിലെ മുതിർന്ന നേതാക്കളായ ജോസഫ് ചാലിശ്ശേരി, KC ബാബു, CI ഇട്ടി മാത്യു തുടങ്ങിയവരുടെ ചിത്രങ്ങളാണ് ബോർഡിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഫൈനാൻസ് കൺവീനറുമായ നെൽസൺ ഐപ്പ്, പബ്ലിസിറ്റി കൺവീനർ KC റെജി മാസ്റ്റർ എന്നിവരുടെ ചിത്രങ്ങളാണ് ദേശീയ സംസ്ഥാന നേതാക്കളുടെ ചിത്രങ്ങൾക്കൊപ്പം ബോർഡിൽ ഇടം പിടിച്ചിട്ടുള്ളത്. മുതിർന്ന നേതാക്കൾക്കെതിരെ കാലങ്ങളായി കോൺഗ്രസിൽ നിലനിൽക്കുന്ന അമർഷവും ഇവരുടെ പ്രവർത്തനങ്ങളിലുള്ള പ്രതിഷേധവുമാണ് ഇത്തരമൊരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടതിന് പിന്നിലെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നും ലഭിക്കുന്ന സൂചന. KPCC, DCC ഭാരവാഹികളായ 3 നേതാക്കളും പ്രാദേശിക നേതാക്കളുമായും പ്രവർത്തകരുമായും കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി തീരുമാനിച്ചു പോകുകയായിരുന്നു പതിവ് എന്നാണ് പറയുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള അമർഷം ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ അണികൾക്കിടയിൽ ഉണ്ടായിരുന്നുവെന്നും ഇതാണ് കുന്നംകുളത്ത് കോൺഗ്രസിന്റെ ദയനീയാവസ്ഥയ്ക്ക് കാരണമെന്നും പാർട്ടിയിലെ ഒരു വിഭാഗം ആരോപിക്കുന്നു. കാലങ്ങളായി കുന്നംകുളത്ത് കോൺഗ്രസിന്റെ മുഖങ്ങളായിരുന്ന നേതാക്കളെയാണ് പൂർണ്ണമായും ഒഴിവാക്കി ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ നടപടിക്ക് വലിയ പിന്തുണ ബ്ലോക്ക് നേതൃത്വത്തിന് ലഭിക്കുന്നുണ്ടെന്നാണ് ചില നേതാക്കൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ നേതാക്കളെ ഒഴിവാക്കിയത് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമോ എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടി വരും. ഗുരുവായൂർ നഗരസഭ LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. റാലിക്ക് ശേഷം നഗരസഭ ടൗൺഹാൾ പരിസരത്ത് നടത്തിയ പൊതുസമ്മേളനം
മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പി.ടി. കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷനായി. നഗരസഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ സി. സുമേഷ്, CPM ജില്ലാ കമ്മിറ്റി അംഗം M. കൃഷ്ണദാസ്, ഏരിയ സെക്രട്ടറി T.T. ശിവദാസ്, G.K. പ്രകാശ്, CPI ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് P. മുഹമ്മദ് ബഷീർ, മണ്ഡലം സെക്രട്ടറി C.V. ശ്രീനിവാസൻ, M. മോഹൻദാസ്, R.H. അബ്ദുൽ സലാം, G.K. പ്രകാശ്, P.S. ജയൻ, K.P. കരുണാകരൻ എന്നിവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ ബാലറ്റുകൾ ക്രമീകരിച്ചു. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളിലാണ് സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും ആലേഖനം ചെയ്തിട്ടുള്ള ബാലറ്റുകൾ ക്രമീകരിച്ചത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ജൂബിലി ഓഡിറ്റോറിയത്തിൽ ശനിയാഴ്ച രാവിലെ മുതലാണ് ബാലറ്റുകൾ ക്രമീകരിക്കുന്ന പ്രവൃത്തിക്ക് തുടക്കമായത്. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന വേലൂർ, കടങ്ങോട്, ചൂണ്ടൽ, കണ്ടാണിശ്ശേരി, ചൊവ്വന്നൂർ, പോർക്കുളം, കാട്ടകാമ്പാൽ, കടവല്ലൂർ എന്നീ പഞ്ചായത്തുകളിലെ വാർഡുകളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലെയും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെയും വോട്ടിംഗ് യന്ത്രങ്ങളിലുമാണ് ബാലറ്റുകൾ ക്രമീകരിച്ചത്. ഓരോ പഞ്ചായത്തുകൾക്കും പ്രത്യേകം കൌണ്ടറുകൾ തയ്യാറാക്കി സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് യന്ത്രങ്ങളിൽ ബാലറ്റുകൾ ക്രമീകരിച്ചത്. ഓരോ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെയും വരണാധികാരികൾ ബാലറ്റുകൾ ക്രമീകരിക്കുന്ന കൌണ്ടറുകളിൽ സന്നിഹിതരായിരുന്നു. ബാലറ്റുകൾ ക്രമീകരിച്ച വോട്ടിംഗ് യന്ത്രങ്ങൾ ശ്രീകൃഷ്ണ കോളേജിൽ തന്നെ സജ്ജമാക്കിയിട്ടുള്ള സ്ട്രോങ് റൂമിലാണ് സൂക്ഷിക്കുന്നത്. ഗുരുവായൂർ പോലീസിന്റെ നേതൃത്വത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള സ്ട്രോങ് മുറികൾക്ക് മുൻപിൽ ശക്തമായ കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 10-ാം തീയതി രാവിലെ മുതൽ വോട്ടിംഗ് യന്ത്രവും അനുബന്ധ സാമഗ്രികളും വാർഡുകളിലേക്ക് നിശ്ചയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്കായി വിതരണം ചെയ്യും. ചാവക്കാട് നഗരസഭ LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടന്നു. മണത്തലയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ ചെങ്കൊടിയും ചുവപ്പ് ബലൂണുകളുമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് ചാവക്കാട് മുനിസിപ്പൽ ചതുരത്തിൽ നടന്ന പൊതുസമ്മേളനം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഫിറോസ് P. തൈപ്പറമ്പിൽ അധ്യക്ഷനായി. NK അക്ബർ MLA, ഗീതാ ഗോപി, ഷീജ പ്രശാന്ത്, RT ഗഫൂർ, PK സെയ്താലിക്കുട്ടി, A. സതീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് CCTV സംഘടിപ്പിക്കുന്ന ജനവിധി 2025 തത്സമയ സംവാദ പരമ്പര തുടരുന്നു. ശനിയാഴ്ച പോർക്കുളം പഞ്ചായത്ത് പ്രതിനിധികൾ പങ്കെടുത്ത തത്സമയ ചർച്ച നടന്നു. ഭരണപക്ഷമായ CPM-നെ പ്രതിനിധീകരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രാമകൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിലെ KA ജ്യോതിഷ്, BJP-യെ പ്രതിനിധീകരിച്ച് നിമിഷ വിഗീഷ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടതുപക്ഷം ഹാട്രിക് ഭരണം ഉറപ്പിച്ചെന്ന് വ്യക്തമാക്കി. പട്ടയം, റോഡ്, ആരോഗ്യമേഖല എന്നീ മേഖലകളിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയ പ്രതിപക്ഷ നേതാവ് KA ജ്യോതിഷ് ഭരണം UDF തിരിച്ചുപിടിക്കുമെന്ന് അവകാശപ്പെട്ടു. കഴിഞ്ഞ തവണ നേടിയ വിജയത്തിന് പല വാർഡുകളിൽ നിന്നായി തുടർച്ചയുണ്ടാകുമെന്നും അതിനായി BJP ജനങ്ങൾക്കിടയിൽ നിന്ന് നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചുവെന്ന് BJP അംഗം നിമിഷ വിഗീഷും വ്യക്തമാക്കി. CCTV സീനിയർ ന്യൂസ് എഡിറ്റർ PS ടോണി ചർച്ച നിയന്ത്രിച്ചു. ഞായറാഴ്ച രാവിലെ 11-ന് പുന്നയൂരിലെയും ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് പുന്നയൂർക്കുളം പഞ്ചായത്തിലെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന ചർച്ചകൾ നടക്കും. ജനവിധി 2025 തത്സമയ സംവാദം CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. തുടരണം LDF വളരണം പുന്നയൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നേതൃത്വത്തിൽ പ്രകടന പത്രിക പ്രകാശനവും വിശദീകരണവും നടത്തി. ആരോഗ്യമേഖല, വിദ്യാഭ്യാസ മേഖല, പശ്ചാത്തലം, കാർഷികം, മത്സ്യമേഖല, തെരുവിളക്ക് പരിപാലനം തുടങ്ങി ആധുനിക വാതക ശ്മശാനം വരെ യാഥാർത്ഥ്യമാക്കി. തുടർന്നും പുന്നയൂരിൽ അധികാരത്തിൽ വന്നാൽ ഭവനരഹിതർ ഇല്ലാത്ത പഞ്ചായത്ത് എന്നതാണ് ലക്ഷ്യം വെക്കുന്നത്. ഭവന പുനരുദ്ധാരണ പദ്ധതി, സമ്പൂർണ്ണ തെരുവുവിളക്ക് ഗ്രാമം, കൃഷി മൃഗസംരക്ഷണം കൂടുതൽ കാര്യക്ഷമമാക്കും, ആരോഗ്യമേഖലയിൽ പുതിയ സബ് സെന്ററുകൾ തുറക്കും തുടങ്ങിയവയാണ് വാഗ്ദാനങ്ങൾ. LDF നേതാക്കളായ TV സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സുഹ്റ ബക്കർ, നേതാക്കളായ KB ഫസലുദ്ദീൻ, MP ഇക്ബാൽ മാസ്റ്റർ, TB ജാബിർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി ദേശചരിതം. നീണ്ട കാലയളവ് ഇടതുപക്ഷവും പിന്നീട് ഇടത് വലത് മുന്നണികളും മാറി മാറി ഭരണം നടത്തിയ പോർക്കുളം പഞ്ചായത്തിൽ കഴിഞ്ഞ ഒരു ദശകമായി LDF-ന്റെ തുടർഭരണമാണ്. 2015 കേവലം ഒരൊറ്റ സീറ്റിന്റെ മാത്രം ലീഡിലാണ് LDF ഭരണം നടത്തിയിരുന്നതെങ്കിൽ 2020 തെരഞ്ഞെടുപ്പിൽ UDF അമ്പെ തകർന്നതോടെ ഇടതുപക്ഷം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് കരുത്തു തെളിയിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ വിജയിച്ച് BJP-യും തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു. ശ്രീലങ്കയും കൊൽക്കത്തയും ആൻഡമാനും തമിഴ്നാടും പശ്ചാത്തലമാക്കി പ്രവാസവും ഒറ്റപ്പെടലും മുഖ്യപ്രമേയമാക്കി മലയാളത്തിന് മറക്കാനാകാത്ത ഒട്ടനേകം സാഹിത്യ സൃഷ്ടികൾ സമ്മാനിച്ച
CV ശ്രീരാമന്റെ തട്ടകമാണ് പോർക്കുളം. നീണ്ട 12 വർഷക്കാലം പോർക്കുളം പഞ്ചായത്തിന് അധ്യക്ഷനായിരുന്നു CV. ഒരു തവണ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധ്യക്ഷ പദവി അദ്ദേഹം അലങ്കരിച്ചിരുന്നു. നീണ്ട കാലയളവ് ഇടതിനൊപ്പം നിന്നിരുന്ന പോർക്കുളം പഞ്ചായത്ത് 2 ദശകമായി ഇടതു വലതു മുന്നണികളെ മാറി മാറിയാണ് പരീക്ഷിച്ചിരുന്നത്. എന്നാൽ 2015-ൽ ഒരംഗത്തിന്റെ മാത്രം ബലത്തിൽ ഭരണത്തിലേറിയ ഇടതുപക്ഷം 2020-ൽ ലീഡ് വീണ്ടും വർദ്ധിപ്പിച്ചപ്പോൾ കോൺഗ്രസിന്റെ സീറ്റെണ്ണം മുൻ തവണത്തേക്കാൾ പകുതിയായി കുറഞ്ഞു. BJP ചരിത്രത്തിലാദ്യമായി ഒരു വാർഡിൽ താമര വിരിയിച്ച് പഞ്ചായത്തിൽ ഭരണസമിതിയിലേക്ക് കാലെടുത്ത് വെക്കുകയും ചെയ്തു. രാജാക്കന്മാരുടെ പടയോട്ടം കൊണ്ട് പോർക്കളം എന്ന പേരുണ്ടായ പോർക്കുളത്ത് ഇപ്പോൾ തദ്ദേശ പോരാട്ടത്തിനുള്ള അന്തിമ തയ്യാറെടുപ്പിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. മുൻപ് 13 വാർഡുകളാണ് പഞ്ചായത്തിലുണ്ടായിരുന്നത്. വാർഡ് വിഭജനത്തോടെ ഒരു വാർഡ് കൂടി 14 ആയിട്ടുണ്ട്. മുണ്ടകൻ പാടങ്ങളിലെ കാർഷിക സംസ്കാരവും കുതിരവേലയും പൂരവും പെരുന്നാളുമായി സാംസ്കാരിക ആഘോഷങ്ങളും നടക്കുന്ന പോർക്കുളത്തെ രാഷ്ട്രീയ മനസ്സ് ഇത്തവണയും പ്രവചനാതീതമാണ്. കുന്നംകുളം താലൂക്കിന് കീഴിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലാണ് കുന്നംകുളം നഗരസഭ, ചൊവ്വന്നൂർ പഞ്ചായത്ത്, കാട്ടകാമ്പാൽ പഞ്ചായത്ത്, കടവല്ലൂർ പഞ്ചായത്ത് എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന പോർക്കുളം പഞ്ചായത്തിന്റെ സ്ഥാനം. ചരിത്രപ്രസിദ്ധമായ വേദക്കാട് ദുർഗാക്ഷേത്രവും മാർ ആദായ് ശ്ലീഹ പള്ളിയും പാറേമ്പാടം സെന്റ് ആന്റണീസ് പള്ളിയും മങ്ങാട് ഭഗവതി ക്ഷേത്രവും കോട്ടിയാട്ടുമുക്ക് മഹാവിഷ്ണു ക്ഷേത്രവും പോർക്കുളം ജുമാ മസ്ജിദ്, കലശമലച്ചിറയിൽ ക്ഷേത്രവുമാണ് പ്രധാന ദേവാലയങ്ങൾ. ദേശക്കാരുടെ കുതിരവേലയും ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി ഉത്സവവും കോട്ടിയാട്ടുമുക്ക് പൂരവും പോർക്കുളം ദേശവിളക്കും പോർക്കുളം പെരുന്നാളും ഒന്നിച്ചാഘോഷിച്ചാണ് നാട്ടുകാർ തങ്ങളുടെ ഒത്തൊരുമ പ്രകടിപ്പിക്കാറുള്ളത്. കലശമല ഇക്കോ ടൂറിസം പദ്ധതിയാണ് പഞ്ചായത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രം. ഭരണപക്ഷം പറയുന്ന പ്രധാന വികസന നേട്ടങ്ങൾ ഇവയാണ്. അതിദരിദ്രരില്ലാത്ത ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി. തുടർച്ചയായി 4 വർഷം 100% പദ്ധതി വിഹിതം ചെലവാക്കി. പഞ്ചായത്തിൽ 5 വർഷം കൊണ്ട് 144 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. ജലലഭ്യത ഉറപ്പാക്കാനായി 7 പൊതുകുളങ്ങൾ നവീകരിക്കാൻ 3.4 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി. 7 പ്രധാന ശുദ്ധജല പദ്ധതികൾ തുടങ്ങി. ആരോഗ്യരംഗത്ത് സമഗ്ര വികസനം നടപ്പാക്കി. ഹോമിയോ ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചു. അലോപ്പതി, ആയുർവേദ ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. പഞ്ചായത്തിന് സ്വന്തമായി കളിക്കളം ഒരുക്കാൻ പദ്ധതി തയ്യാറാക്കി. എല്ലാ അങ്കണവാടികൾക്കും സ്വന്തം സ്ഥലം ഉറപ്പാക്കി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു. വനിതകൾക്ക് ജിംനേഷ്യം, യോഗ എന്നിവ തുടങ്ങി. എന്നാൽ അവകാശവാദങ്ങളെല്ലാം പൊള്ളയാണെന്നാണ് കോൺഗ്രസ് ആക്ഷേപം. പഞ്ചായത്തിലെ 40ഓളം കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കുന്നതിൽ ഭരണസമിതി പരാജയപ്പെട്ടു. ജൽജീവൻ പദ്ധതിക്ക് പൈപ്പിടാനായി വെട്ടിപ്പൊളിച്ച റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തിയില്ല. ജൽജീവൻ പദ്ധതിയിലൂടെ ശുദ്ധജല വിതരണം നടത്തിയില്ല. ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചവർക്ക് പണം നൽകിയില്ല. ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് സഹായം നൽകാൻ കഴിഞ്ഞില്ല. കലശമല ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ വികസനം പ്രഖ്യാപനത്തിലൊതുങ്ങി. ലക്ഷങ്ങൾ ചെലവിട്ട് ആരംഭിച്ച അഗ്രോ ക്ലിനിക് അടച്ചുപൂട്ടി. കാർഷിക കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ നിലച്ചു. കാർഷിക ഉപകരണങ്ങളും ഉപയോഗിക്കാതെയായി. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രോഗികൾക്കാവശ്യമായ മരുന്നുകൾ എത്തിച്ചു നൽകിയില്ല. ആയുർവേദ ആശുപത്രി വികസനത്തിനായി HMC യോഗം വിളിക്കാൻ കഴിഞ്ഞില്ല തുടങ്ങിയ ആക്ഷേപങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നു. എന്തായാലും വാക്പോരും സമരവുമെല്ലാം മുറക്കി നടക്കുന്ന പഞ്ചായത്ത് ഇത്തവണ ആരോടൊപ്പം നിൽക്കുമെന്ന് കാത്തിരുന്ന് കാണാം. CCTV ന്യൂസ് ഇംപാക്ട്. നെൽകർഷകർക്ക് ആശ്വാസമായി കടവല്ലൂർ ഒറ്റപ്പിലാവ് മുട്ടിപ്പാലത്ത് താൽക്കാലിക തടയണ നിർമ്മാണം ആരംഭിച്ചു. നടിയിൽ കഴിഞ്ഞ 2 ആഴ്ച പിന്നിട്ട നെൽച്ചെടികൾ വെള്ളമില്ലാത്തതിനാൽ ഉണക്ക ഭീഷണി നേരിടുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം CCTV വാർത്ത നൽകിയിരുന്നു. നടത്തറ തോടിനെ ആശ്രയിച്ചാണ് കടവല്ലൂർ, ചാലിശ്ശേരി എന്നിവിടങ്ങളിലെ 200 ഏക്കർ പാടശേഖരത്തിൽ കർഷകർ കൃഷിയിറക്കിയിരുന്നത്. പുതുക്കി പണിയുന്നതിന്റെ ഭാഗമായി പാലവും തടയണയും പൊളിച്ചുമാറ്റി പുതിയ നിർമ്മാണം തുടങ്ങിയപ്പോഴാണ് മഴ കാരണം നിർമ്മാണം നിലച്ചത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ മേഖലയിൽ ജലസമൃദ്ധിയാകുമെങ്കിലും ഇപ്പോൾ ഇറക്കിയ കൃഷി സംരക്ഷിക്കാനാണ് കർഷകരുടെ ആവശ്യപ്രകാരം താൽക്കാലിക തടയണ നിർമ്മിക്കുന്നത്. നവീകരണം നടത്തിയ തോട്ടിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളം ബണ്ട് കെട്ടി നിർത്തിയാൽ ഈ സീസണിലെ കൃഷി സംരക്ഷിക്കാൻ സാധിക്കുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ 3 കടകളിൽ വൻ തീപിടുത്തം. വെള്ളിയാഴ്ച രാത്രി 9:45 തീ പടർന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. സ്ഥാപനങ്ങൾ അടച്ചു പോയ ശേഷമാണ് ഫുട്വെയർ ഷോപ്പ്, ജ്വല്ലറി, മൊബൈൽ ഷോപ്പ് എന്നിവ ഉൾപ്പെടുന്ന 3 കടകളിൽ തീ പടർന്നത്. 6 വർഷമായി മൻഹാസ് ഫുട്വെയർ ഫാൻസി ഷോപ്പ് നടത്തുന്ന കൂനമുച്ചി സ്വദേശി TV ഇക്ബാലിന്റെ കട പൂർണ്ണമായും കത്തിനശിച്ചു. ഏകദേശം 20 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്.
ചാലിശ്ശേരി സ്വദേശി സന്ദീപിന്റെ CK ജ്വല്ലറിയുടെ AC, വെള്ളി, പഞ്ചലോഹം, സ്റ്റോൺ തുടങ്ങിയവ ഉൾപ്പെടെ ഏകദേശം 12 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു. വാച്ചുകൾ കൂടുതൽ, വാച്ച്, മൊബൈല്, ക്ലോക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സാധനങ്ങൾ കത്തുമ്പോഴാണ്. കാരണം സീലിങ്ങിൽ തീ കത്തി വീണു. അപ്പോൾ അത് നമ്മൾ കാണുന്നില്ലല്ലോ, ഷട്ടർ അടഞ്ഞ് കിടക്കൽ. അങ്ങനെ അവിടുന്ന് പിന്നെ നോക്കുമ്പോൾ ഫയർഫോഴ്സ് വന്ന് വെള്ളം അടിച്ചോ കൂടിയിട്ട് കംപ്ലീറ്റ് സാധനം ഉണ്ടായി, മൊത്തം ഉണ്ടായി. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ പിന്നെ അറിയുന്നത്, കാരണം നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തത് തൊട്ട കിടക്കായിരുന്നു. ചാലിശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ S. ശ്രീലാലിന്റെ നേതൃത്വത്തിൽ ചാലിശ്ശേരി പോലീസും പട്ടാമ്പി ഫയർഫോഴ്സ് ഓഫീസർ അനുരാജ്, ASTO രമേശ് ബാബു, ഡ്രൈവർമാരായ അജയ്, ശ്രീകുമാർ, ഫയർമാൻമാരായ സുബീർ, ശരത് രാജു, സുധീഷ്, അൻസൂർ, ഹോംഗാർഡ്മാരായ ദയാനന്ദൻ, സത്യൻ എന്നിവർ തീയണയ്ക്കാൻ നേതൃത്വം നൽകി. സംഭവത്തെ തുടർന്ന് സ്ഥലത്തെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. വിവരമറിഞ്ഞ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ, വൈസ് പ്രസിഡന്റ് TP സക്കീർ, തൃത്താല മണ്ഡലം പ്രസിഡന്റ് KR ബാലൻ, ചാലിശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് MM അഹമ്മദുണ്ണി, സെക്രട്ടറി ഷബീർ, ട്രഷറർ ബിനോയ് എന്നിവരടങ്ങിയ സംഘം കടകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. നാശനഷ്ടം നേരിട്ട 3 കടകളും ഒരാഴ്ചയ്ക്കുള്ളിൽ പുനരധിവസിപ്പിക്കാൻ നടപടിയെടുക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉടമകളെ അറിയിച്ചു. ഏകോപന സമിതിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മുഴുവൻ വ്യാപാരികളെയും അവരെ എത്രയും വേഗം വ്യാപാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവരുടെ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതിനുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത്. നാളെ വൈകുന്നേരത്തോടു കൂടി അതിന് വ്യക്തമായ ഒരു തീരുമാനമുണ്ടാക്കി ഈ നഷ്ടം വന്ന, കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്ന ഈ വ്യാപാരികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ എത്രയും വേഗം വ്യാപാരത്തിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു കൊണ്ടുവരിക എന്ന ഒരു തീരുമാനമാണ് ഈ കാര്യത്തിൽ സംഘടനാപരമായി ഞങ്ങൾക്കുള്ളത്. പുലിയന്നൂരിൽ തേനീച്ചയുടെ ആക്രമണത്തിൽ കർഷകൻ ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. കിഴൂർ മുട്ടിക്കൽ ഫ്രാൻസിസിന്റെ മകൻ സേവ്യർ, വെള്ളാട്ടഞ്ഞൂർ സ്വദേശി പുറത്തൂർ ചാക്കു ജെയിംസ് എന്നിവർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത്. സ്കൂളിന് സമീപത്തുള്ള പാടശേഖരത്തിൽ പുല്ലരിയാൻ പോയതായിരുന്നു സേവ്യർ. തേനീച്ചക്കൂടിൽ അരിവാൾ കൊണ്ടതാകുമെന്ന് കരുതുന്നു. അതുവഴി പോയിരുന്ന ചാക്കു ജെയിംസിനും തേനീച്ചയുടെ കുത്തേറ്റു. 2 പേരെയും നാട്ടുകാരുടെ സഹായത്തോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് ചേറ്റുവ ബൈപ്പാസിൽ റോഡിനു കുറുകെ ആഴ്ചകൾക്ക് മുൻപ് നിർമ്മിച്ച കാനയുടെ സ്ലാബ് തകർന്നു. പ്രതിഷേധവുമായി UDF പ്രവർത്തകർ. ദീർഘദൂര ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ ദിവസവും 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതയിൽ ആഴ്ചകളോളം എടുത്താണ് കാന നിർമ്മാണം പൂർത്തീകരിച്ചത്. കാനയുടെ സ്ലാബ് ഒരു വശം തകർന്ന് കമ്പികൾ പുറത്തു കാണുന്ന രീതിയിലാണ്. നാട്ടുകാർ ടാർ വീപ്പയും മറ്റും ഉപയോഗിച്ച് അപായ സൂചന നൽകി. വർഷങ്ങളായി ഇവിടെ കാനയില്ലാത്തതുമൂലം മഴ പെയ്താൽ വെള്ളം കെട്ടിനിന്ന് റോഡ് തകരുന്ന സ്ഥിതിയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങളും നടന്നിരുന്നു. കാന തകർന്നതറിഞ്ഞ് UDF പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ചെറിയ കമ്പി ഉപയോഗിച്ചാണ് കാന പണിതതെന്നും വലിയ അഴിമതി ഇതിൽ ഉണ്ടായിട്ടുണ്ടെന്നും കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി RK നൌഷാദ് പറഞ്ഞു. UDF പ്രവർത്തകരായ അനീഷ് പാലയൂർ, V നജീബ്, AP ഷഹീർ, റഹീം വഞ്ചിക്കടവ്, RK ഷബീർ, A അസ്വർ, ഹക്കീം ഇംബാറക് തുടങ്ങിയവർ പങ്കെടുത്തു. ഇവിടെയുള്ള ജനങ്ങൾക്ക് ദുരിതമനുഭവിക്കുന്ന ഒരുപാട് കാലമായി കാനയില്ലാതെ ഒരുപാട് ആളുകളായി വളരെ ദുരിതം അനുഭവിക്കുകയാണ്. ഈ സമയത്താണ് ഇന്നലെ പണിത കാന, ഇന്നലെ ചൂടാറിയിട്ടില്ല, ഇന്നലെ പണിത കാന ഇപ്പൊ പെട്ടെന്ന് ആകെ വിണ്ടു പൊളിഞ്ഞ് എല്ലാ വാഹനങ്ങളും താഴേക്ക് വീഴാറായിട്ടുള്ള രീതിയിലാണ് ഈ കാനയുടെ സ്ലാബ് നിൽക്കുന്നത്. ഇതിനെതിരെ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ഉന്നത അധികാരികൾ ഇതിൽ കണ്ണു തുറന്നില്ലെങ്കിൽ കമ്പിയുടെ കനം 10 mm കമ്പിയിട്ടിട്ടാണ് ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന ഈ റോഡിൽ സ്ലാബ് വളർന്നിട്ടുള്ളത്. ഈ സ്ലാബ് അഴിമതിയാണ്. ഈ സ്ലാബിന്റെ പണിയിലും ഈ കാനയുടെ പണിയിലും റോഡ് പണിയിലും അഴിമതിയുടെ കൂത്തരങ്ങൾ. 14 വയസ്സുകാരനെ ലൈംഗികാതിക്രമം നടത്തിയ 53 വയസ്സുകാരന് 5 വർഷം കഠിന തടവിനും 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി. എടക്കഴിയൂർ പുളിക്കൽ വീട്ടിൽ 53 വയസ്സുള്ള ഷംസുവിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് ലിഷ S കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. 2024 മെയ് മാസമാണ് കേസിനാസ്പദമായ സംഭവം. ചാവക്കാട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഷൗജത്ത് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഹാജരാക്കിയ അടിസ്ഥാനത്തിൽ SI VV സജീവൻ കേസിന്റെ ആദ്യാന്വേഷണവും ഇൻസ്പെക്ടർ A പ്രതാപ് തുടരന്വേഷണവും നടത്തി. SI പ്രീത ബാബു അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി 17 സാക്ഷികളെ വിസ്തരിക്കുകയും 20 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C നിഷ എന്നിവർ ഹാജരായി. CPOമാരായ MR സിന്ധു, A പ്രസീത എന്നിവർ കോടതി നടപടികൾ ഏകോപിപ്പിക്കാനായി പ്രോസിക്യൂഷനെ സഹായിച്ചു.
കുടുംബശ്രീയുടെ മേൽനോട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബഡ് സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ ജില്ലാതല കായികമേള കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സിന്തറ്റിക് ഗ്രൗണ്ടിൽ നടന്നു. വിദ്യാർത്ഥികളുടെ കായികപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദിയൊരുക്കുക, സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വിദ്യാർത്ഥികളെ ഉയർത്തിക്കൊണ്ടുവരാൻ കായിക അഭിരുചിയുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തുവാനും മാനസിക ശാരീരിക വളർച്ചയ്ക്കും ഉല്ലാസത്തിനുമുള്ള വേദിയൊരുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് ബഡ്സ് ഒളിമ്പിയ 2.0 എന്ന പേരിൽ കായികമേള സംഘടിപ്പിക്കുന്നത്. രാവിലെ ഗ്രൗണ്ടിൽ പരേഡും പതാക ഉയർത്തലും നടന്നു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS മേള ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിലെ 18 ബഡ്സ് BRC സ്ഥാപനതല മത്സര വിജയികളായ 167 പേരാണ് ജില്ലാതലത്തിൽ പ്രതിഭ തെളിയിക്കുന്നത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, ലോവർ ആൻഡ് ഹയർ എബിലിറ്റി എന്നീ വിഭാഗങ്ങളിലായി 35 മത്സര ഇനങ്ങളാണ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അവർ ഓടി കളക്ടറോടൊപ്പം നേടിയത് സ്വപ്നാഭിലാഷം. 160ഓളം വിദ്യാർത്ഥികളുടെ കണ്ണും മനസ്സും നിറയുന്നൊരു കാഴ്ചയ്ക്കാണ് ഇന്ന് കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് മൈതാനം സാക്ഷ്യം വഹിച്ചത്. കുടുംബശ്രീയുടെ മേൽനോട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന തൃശൂർ ജില്ലയിലെ 20 ബഡ്സ് BRC സ്ഥാപനങ്ങളിലെ 200ഓളം വിദ്യാർത്ഥിനികൾ പങ്കെടുക്കുന്ന 35 കായികേന മത്സരങ്ങളിലാണ് അവർ ഒരുമിച്ചോടിയത്. വിദ്യാർത്ഥികളുടെ മാത്രമല്ല അവരുടെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും അവിടെ കൂടി നിന്ന എല്ലാവരുടെയും മനസ്സിന് ആ കാഴ്ച കുളിരേകി. കാരണം അവരുടെ മക്കളുടെ കൂടെ ഇന്ന് അവരിൽ ഒരാളായി ഓടിയത് തൃശൂർ ജില്ലയുടെ ആരാധ്യനായ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ആണ്. ഇതിനു മാറ്റുകൂട്ടാനായി തളിക്കുളം സ്നേഹ സാന്ത്വനം ബഡ്സ് സ്കൂളിലെ ബാൻഡ് സെറ്റിനോടൊപ്പം വിദ്യാർത്ഥികൾ ദീപശിഖയേന്തിയ മാർച്ച് പാസ്റ്റിന് കളക്ടർ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയും ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് K. ദീപക് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുന്നംകുളം നഗരസഭാ സെക്രട്ടറി KK മനോജ് മുഖ്യാതിഥിയായി. അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ KK പ്രസാദ്, K. രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ബഡ്സ് ഒളിമ്പിയ 2.0യിൽ പങ്കെടുക്കാനെത്തിയ മത്സരാർത്ഥികൾക്കൊപ്പം 50 മീറ്റർ ഓട്ടമത്സരത്തിലും കൂടെയുണ്ടായിരുന്നു അവരുടെ പ്രിയപ്പെട്ട കളക്ടർ സർ. കുടുംബശ്രീയുടെ സാമൂഹിക ഇടപെടലിൽ ഏറ്റവും ശക്തമായ പ്രവർത്തനങ്ങളിലൊന്നായ ബഡ്സ് സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നാണ് മടങ്ങിയത്. സാഹിത്യ സാംസ്കാരിക സംഘടനയായ സഹൃദയവേദിയുടെ ജോർജ് ഇമ്മട്ടി ബാലസാഹിത്യ അവാർഡ് റാഫി നീലങ്കാവിലിന് സമ്മാനിച്ചു. ദേശം ചൊല്ലിത്തന്ന കഥകൾ എന്ന ഗ്രന്ഥത്തിനാണ് പുരസ്കാരം. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന യോഗത്തിൽ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P. രവീന്ദ്രൻ, പ്രൊഫസർ KV രാമകൃഷ്ണൻ എന്നിവർ ചേർന്ന് പുരസ്കാര വിതരണം നിർവഹിച്ചു. ഒളപ്പമണ്ണ ബാലസാഹിത്യ അവാർഡ്, ബഷീർ പുരസ്കാരം എന്നിവ നേടിയ റാഫി മാസ്റ്റർ പാവർട്ടി ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ അധ്യാപകനാണ്. ചാവക്കാട് തിരുവത്ര പുത്തൻകടപ്പുറം കടലിൽ മത്സ്യബന്ധനത്തിനിടെ തൊഴിലാളി കുഴഞ്ഞു വീണു മരിച്ചു. പുത്തൻകടപ്പുറം AC-പടി സ്വദേശി മടപ്പൻ വലിയ കുഞ്ഞുമോൻ മകൻ 55 വയസ്സുള്ള സുലൈമാനാണ് മരിച്ചത്. ഇന്ന് രാവിലെ മത്സ്യബന്ധനത്തിന് പോയ റോയൽ വള്ളത്തിലെ തൊഴിലാളിയാണ് സുലൈമാൻ. വൈകിട്ട് 4:30 കടലിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെടുകയും കുഴഞ്ഞു വീഴുകയുമായിരുന്നു. ഉടൻ തന്നെ കരയിലെത്തിക്കുകയും ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം ചാവക്കാട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കുൽസുവാണ് ഭാര്യ. ഷാമിൽ, ഷർഹാന എന്നിവർ മക്കളാണ്. ചാവക്കാട് തിരുവത്ര ദേശവിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശവിളക്ക് മഹോത്സവവും അന്നദാനവും നടന്നു. ദീപാരാധനയ്ക്ക് ശേഷം തിരുവത്ര ഗ്രാമക്കുളം ക്ഷേത്രത്തിൽ നിന്ന് താലം, നാദസ്വരം, ഉടുക്കുപാട്ട് എന്നിവയുടെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് പുറപ്പെട്ടു. 10 മണിയോടെ എഴുന്നള്ളിപ്പ് ദേശവിളക്ക് പന്തലിൽ എത്തിച്ചേർന്നു. നെടിയംകുളങ്ങര ഭജന സമിതി ഒരുമനിയൂരിന്റെ ഭജനയും മരത്തങ്കോട് മടവതി ജ്യോതിപ്രകാശ് മകൻ പാർട്ടി വിളക്ക് പാർട്ടിയും ഉണ്ടായിരുന്നു. ദേശവിളക്ക് കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് PD ജയരാജൻ, സെക്രട്ടറി MG കിരൺ, KR ഗിനീഷ്, MA ജനാർദ്ദനൻ, മത്രങ്കോട്ട് സുബ്രഹ്മണ്യൻ, TS ചന്ദ്രൻ, P പത്മനാഭൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ പേര് ലേറ്റസ്റ്റ് വെർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രചരിക്കുന്ന സന്ദേശങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്ന് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് അധികൃതർ അറിയിച്ചു. പ്രചരിക്കുന്ന പോസ്റ്ററിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ ഒരിക്കലും ബന്ധപ്പെടരുത്. അബദ്ധവശാൽ ഈ നമ്പറിൽ ബന്ധപ്പെടുകയും ഒരു APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ഹിന്ദിയിലോ മറ്റ് ഭാഷകളിലോ നിർദ്ദേശങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യരുത്. ഇത്തരത്തിലുള്ള ഫയലുകൾ ഇൻസ്റ്റാൾ ചെയ്താൽ മൊബൈൽ ഫോണിന്റെ നിയന്ത്രണം മറ്റൊരാൾക്ക് ലഭിക്കുകയും അതുവഴി ഡിജിറ്റൽ സുരക്ഷയെ ഗുരുതരമായി ബാധിക്കപ്പെടാനും സാധ്യതയുണ്ടെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കാലിക്കറ്റ് സർവകലാശാല ഇംഗ്ലീഷ് ബിരുദാനന്തര ബിരുദ പരീക്ഷയിൽ കടങ്ങോട് സ്വദേശിനി S. ഗായത്രി 6 റാങ്ക് കരസ്ഥമാക്കി. പെരുമ്പ്ലാവ് അൻസാർ കോളേജിലെ ഇംഗ്ലീഷ് PG വിദ്യാർത്ഥിനിയാണ്. കടങ്ങോട് കിഴക്കുമുറി ശേഖരത്ത് ശശികുമാർ ഹേമ ദമ്പതികളുടെ മകളാണ് ഗായത്രി. വിജിത്ത് ഭർത്താവാണ്. അപർണ, വൈഷ്ണവ് എന്നിവർ
സഹോദരങ്ങളാണ്. ആദ്യമായിട്ടാണ് അൻസാർ കോളേജിന് ഇംഗ്ലീഷ് ബിരുദാനന്തര ബിരുദത്തിൽ റാങ്ക് ലഭിക്കാനാകുന്നത്. അൻസാർ കോളേജിലെ ഇംഗ്ലീഷ് ടോപ്പർ കൂടിയാണ് ഗായത്രി. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. തലക്കോട്ടുകര കോപ്പർ കാസിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സദസ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എൻ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് NL വർഗീസ് അധ്യക്ഷനായി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം V മനോജ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കുന്നംകുളം ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും KCB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹിയുമായ KS സുരേഷ് പെൻഷനേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുടെ കുടുംബാംഗങ്ങളായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ചെയ്തു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ പ്രതിഭകളെയും 70 വയസ്സ് പൂർത്തിയായ പെൻഷൻ അസോസിയേഷൻ അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. കാരുണ്യ ഫണ്ടിൽ നിന്നുള്ള സഹായധന വിതരണം നടന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം AV ഫ്രാൻസിസ് ആമുഖ പ്രഭാഷണം നടത്തി. പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CV ഫ്രാൻസിസ്, ജില്ലാ സെക്രട്ടറി C ശിവദാസൻ, വനിതാവേദി ഭാരവാഹി MR സുനിത, പെൻഷനേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി PP പ്രേമവത്സലൻ, ട്രഷറർ മാർട്ടിൻ J മാളിയേക്കൽ, വൈസ് പ്രസിഡന്റ് K നാരായണൻ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് രാജ സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഫാമിലി ഫൺ ഫെസ്റ്റ് 2025 പേരൻസ് ഡേ ആഘോഷിച്ചു. രക്ഷിതാവ് സുഫീർ AM ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഷമീം ഭാവ അധ്യക്ഷത വഹിച്ചു. മാനേജർ മധുസൂദനൻ തലപ്പള്ളി, PTA പ്രസിഡന്റ് തുഫൈൽ പൊന്നേത്ത, നിമ്മി അജയ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പേരൻസിനായി കേക്ക് മേക്കിംഗ്, മെഹന്തി കോമ്പറ്റീഷൻ, സാലഡ് മേക്കിംഗ്, ക്രാഫ്റ്റ്, പോട്ട് പെയിന്റിംഗ്, ഫാമിലി ഫോട്ടോ എക്സിബിഷൻ, പെൻസിൽ ഡ്രോയിങ് തുടങ്ങി നിരവധി മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഗുരുവായൂർ ഫയർ സ്റ്റേഷനിൽ സിവിൽ ഡിഫൻസ് ആൻഡ് ഹോം ഗാർഡ് റൈസിംഗ് ഡേ ആചരിച്ചു. ഫയർ സ്റ്റേഷൻ ഓഫീസർ CK കൃഷ്ണസാഗർ പതാക ഉയർത്തി. ഫയർ ഓഫീസർ V അജിത് കുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രകൃതി ദുരന്തങ്ങൾ, അഗ്നിബാധ, പകർച്ചവ്യാധി എന്നിവ നേരിടുന്നതിനെപ്പറ്റി ബോധവൽക്കരണമുണ്ടായി. ഡിസംബർ 12 വരെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ഹോംഗാർഡുമാരായ സതീഷ് കുമാർ, മോഹൻദാസ്, സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചെമ്മനങ്ങാട് ശ്രീ കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം മാത്തൂർ ശിവക്ഷേത്രത്തിൽ നിന്ന് ഉടുക്കുപാട്ടിന്റെയും താളത്തിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യേകം അലങ്കരിച്ച വിളക്ക് പന്തലിലേക്ക് എത്തിച്ചേർന്നു. തുടർന്ന് പാട്ട്, വെട്ടും തട, തിരിയൊഴിച്ചൽ എന്നിവ നടന്നു. വാസുണി ഗുരുസ്വാമിയും സംഘവും വിളക്ക് യോഗത്തിന് നേതൃത്വം നൽകി. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ഉച്ചയ്ക്കും വൈകിട്ടും അന്നദാനവും ഉണ്ടായിരുന്നു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഷാജി വലിയറ, സെക്രട്ടറി ചന്ദ്രൻ മേലേപ്പുരയ്ക്കൽ, ട്രഷറർ അനിൽ കളത്തിൽ, വൈസ് പ്രസിഡന്റ് PV പ്രസാദ്, ജോയിന്റ് സെക്രട്ടറി ഷാജൻ കോഴിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. കുറുമാൽ കൂട്ട ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും തൃശൂർ അശ്വിനി ആശുപത്രിയും ഡോക്ടർ പ്രിൻസി ഇപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രിയും സംയുക്തമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ കുറുമാൽ സെന്റ് ജോർജ് ചർച്ച് പാരിഷ് ഹാളിലാണ് ക്യാമ്പ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് പ്രത്യേക സൗജന്യങ്ങൾ നൽകുന്നുണ്ട്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, റെനൽ ഫംഗ്ഷൻ ടെസ്റ്റ് എന്നിവ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. രജിസ്ട്രേഷനും മറ്റു വിവരങ്ങൾക്കും 86 06 66 00 58 96 45 95 95 45 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കുന്നംകുളം കുറുക്കൻപാറ സാംസൺ ഗ്രാൻഡ് പ്രിന്റിംഗ്, ബൈൻഡിംഗ് ആൻഡ് ഡിജിറ്റൽ സൊല്യൂഷൻസിൽ കേരള സർക്കാരിന്റെ സ്കിൽ ഡെവലപ്മെന്റ് പദ്ധതിയുടെ ഭാഗമായി ഗ്രാഫിക് ഡിസൈനിംഗ് കോഴ്സിന്റെ OJT പ്രോഗ്രാം കംപ്ലീഷൻ സർട്ടിഫിക്കേഷൻ സെറിമണി നടത്തി. സാംസൺ ഗ്രാൻഡ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സാംസൺ വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര വിദ്യാലയത്തിന്റെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ KU കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടകനെ പൊന്നാട അണിയിച്ച് ചടങ്ങിൽ ആദരിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വെങ്കിട്ടമൂർത്തി, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ചിത്ര ബാലാജി, ട്രെയിനർമാരായ സ്നേഹ, യദുകൃഷ്ണൻ, ഗ്രിഗോ എന്നിവർ സംസാരിച്ചു. ട്രെയിനിംഗ് പ്രോഗ്രാമിന്റെ സർട്ടിഫിക്കറ്റ് ചടങ്ങിൽ വിതരണം ചെയ്ത് വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഗുരുവായൂരിൽ യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്ന് പുലർച്ചെ 2 മണിയോടെ ഗുരുവായൂർ എക്സ്പ്രസ് കടന്നുപോയ ശേഷമാണ് കരുവാൻപടി റെയിൽവേ ഗേറ്റിന്റെ സമീപത്ത് മൃതദേഹം കണ്ടെത്തിയത്. ഏകദേശം 35-നും 40-നും ഇടയിൽ പ്രായം തോന്നിക്കുന്ന യുവാവ് പച്ച ഷർട്ടും കറുത്ത പാൻറ്റുമാണ് ധരിച്ചിരുന്നത്. ഗുരുവായൂർ പോലീസ് എത്തി നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,930 രൂപ, സ്വർണം പവന് 95,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 187 രൂപ. ചർമ്മം പാലയൂർ പരേതനായ ചെഞ്ചേരി മാധവൻ വൈദ്യർ ഭാര്യ പത്മജ നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ചാവക്കാട് ദ്വാരക ശ്മശാനത്തിൽ നടക്കും. പ്രസന്നൻ, പ്രദീപ്, പ്രമോദ്, പ്രീജ എന്നിവർ മക്കളാണ്. ചൊവ്വലൂർപ്പടി പൊക്കാരത്ത് കുഞ്ഞുമോൻ ഭാര്യ സഫിയ നിര്യാതയായി. 72 വയസ്സായിരുന്നു. ഖബറടക്കം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തൈക്കാട് ഖബർസ്ഥാനിൽ നടന്നു. സാജിദ, സുഹേൽ, എക്സ് ഗുരുവായൂർ സന്നദ്ധ സേവകൻ സാബർ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ട പ്രചരണത്തിന് നാളെ കുട്ടിക്കലാശം. രണ്ടാം ഘട്ട പോളിംഗ് നടക്കും. തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ചൊവ്വാഴ്ച പരസ്യ പ്രചരണം സമാപിക്കും. വോട്ടിംഗ് മെഷീനുകളിലെ സ്ഥാനാർത്ഥി വിശദാംശങ്ങളുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായി. കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറ്റൊരു നിവൃത്തിയുമില്ലാത്തത് കാരണമാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെ കോൺഗ്രസ് പുറത്താക്കിയതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുകയാണ് വേണ്ടതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ 3 കടകളിൽ വൻ തീപിടുത്തം. വെള്ളിയാഴ്ച രാത്രി 9:45 അപകടം. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന് പ്രാഥമിക നിഗമനം. ചാവക്കാട് ചേറ്റുവ ബൈപ്പാസിൽ റോഡിന് കുറുകെ ആഴ്ചകൾക്ക് മുൻപ് നിർമ്മിച്ച കാനയുടെ സ്ലാബ് തകർന്നു. പ്രതിഷേധവുമായി UDF പ്രവർത്തകർ. നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നും ആരോപണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.